വിൽപത്ര കേസിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിലെ ഒപ്പ് പിതാവ് R ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. KB ഗണേഷ് കുമാർ വിൽപത്രം വ്യാജമായി നിർമ്മിച്ചു എന്നായിരുന്നു ആരോപണം. 24 എക്സ്ക്ലൂസീവ്. രണ്ടാം LDF സർക്കാരിലെ ആദ്യ 2.5 വർഷം മന്ത്രിയാകേണ്ട അവസരം ഉൾപ്പെടെ ഗണേഷ് കുമാറിനെ നഷ്ടപ്പെടുത്തിയതാണ് വിൽപത്ര കേസ്. പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജമായി ഗണേഷ് കുമാർ ഒപ്പ് നിർമ്മിച്ചു എന്നതായിരുന്നു സഹോദരി ഉഷ മോഹൻദാസിന്റെ പരാതി. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഒപ്പ് R ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് കണ്ടെത്തിയത്. കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫോറൻസിക് പരിശോധന. വിൽപത്രത്തിലെ ഒപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ കൗണ്ടർ ഫോയിലിലെ ഒപ്പും ഫോറൻസിക് വിഭാഗം പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഒപ്പുകൾ ഒന്നുതന്നെയെന്ന് കണ്ടെത്തിയത്. വൈകിയെങ്കിലും സത്യം തെളിഞ്ഞതിൽ സന്തോഷമെന്ന് ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്, സത്യം തെളിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു സത്യവിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം, ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്ക് എന്നെ അടുത്തറിയുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. നീതി ലഭിക്കും. സത്യം ആദ്യം മറഞ്ഞിരിക്കും, പിന്നെ അത് പുറത്തു വരും. നിലവിൽ ഫോറൻസിക് റിപ്പോർട്ട് കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിലെത്തി. കോടതി നടപടികൾ തുടരും. 33 ഇടങ്ങളിലായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലങ്ങളും 270 പവൻ സ്വർണവും R ബാലകൃഷ്ണപിള്ളയുടെ പേരിലുണ്ട് എന്നതായിരുന്നു കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. 24 തിരുവനന്തപുരം.